ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കാണ്. ഇന്ന് നമ്മളൊരു സിമ്പിൾ ഡെസേർട്ട് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ഐസ്ക്രീമാണ് ഇന്നത്തെ പരീക്ഷണം. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടോ. അപ്പോൾ മെയിനായിട്ട് വേണ്ട സംഭവമാണ് മാംഗോ പൾപ്പ്, പിന്നെ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം വേണം, പിന്നെ ആവശ്യമുള്ള സംഭവമാണ് ഷുഗർ. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇടാൻ പോകുന്നത് വിപ്പിംഗ് ക്രീമാണ്. നമ്മളൊരു 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. നമുക്ക് അതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിനൊക്കെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ അത്രയ്ക്കും കട്ടിക്ക് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നില്ല. ആ ഒരു കട്ടി ആവണേക്കാൾ മുന്നേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ലൈക്ക് നമുക്ക് മനസ്സിലാവും ഇതൊന്ന് നന്നായിട്ട് ക്രീമി ആയിട്ട് വരുന്ന സമയത്ത് നമ്മളതിനെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഏകദേശം ഇങ്ങനത്തെ ഒരു രൂപത്തിലാകുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ അടിച്ച് വെച്ചിരുന്ന മാംഗോൻ്റെ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് 2 മാങ്ങയുടെ പൾപ്പാണ്. അത് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു 3 സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങയ്ക്ക് അധികം മധുരമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി അഥവാ നല്ല മധുരമുള്ള മാങ്ങയാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അത് തന്നെ മതി. കാരണം നമ്മുടെ വിപ്പിംഗ് ക്രീമിലാണെങ്കിലും പിന്നെ നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്ന സംഭവത്തിലാണെങ്കിലും അത്യാവശ്യത്തിന് മധുരമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ മധുരം പ്രത്യേകം സൂക്ഷിക്കുക. ഇനി ഇതും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. എല്ലായിടത്തും നല്ലപോലെ മിക്സായി വരണം. സോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമും പിന്നെ അതുപോലെ തന്നെ മാംഗോൻ്റെ പൾപ്പും ഒക്കെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമിന് നമ്മൾ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞേക്കാണ്. ഇനി നെക്സ്റ്റ് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നർ എടുത്ത് നമുക്ക് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കണ്ടെയ്നർ ഒന്ന് എടുത്ത് 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വല്ല എയർ ബബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മേലേക്ക് വരും. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇങ്ങനെ ഈ ക്രീം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിങ്ങനെ ഒരു അൺഈവനായിട്ടല്ലേ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അതിനൊന്ന് എല്ലാവരുടെയും കറക്റ്റാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞേക്കാണ്. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനെ നമുക്കൊരു 24 hours ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 12 hours ഒക്കെ മതി.
പക്ഷേ ഇനി ഓരോരുത്തരുടെ ഫ്രിഡ്ജും അതിൻ്റെ തണുപ്പനുസരിച്ചൊക്കെ ഇരിക്കും അത് ഫുള്ള് സെറ്റാവാൻ. ചിലപ്പോൾ മേൽഭാഗം മാത്രം നല്ല കട്ടായിട്ടിരിക്കും, അടിഭാഗത്ത് അതങ്ങനെ ആയിന്ന് വരില്ല. അപ്പോൾ നമുക്ക് 24 hours തന്നെ ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം തുറക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഇടയിൽ ഞാനിതൊന്ന് സെറ്റായിട്ട് കണ്ടപ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ നട്ട്സും പിന്നെ റീസൺസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഭംഗിക്ക് ഞങ്ങൾക്ക് കാണിച്ചിരുന്നതല്ലേ, അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് കേട്ടോ. ഐസ്ക്രീമൊക്കെ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് സാധാരണ ഐസ്ക്രീം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ഓരോന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ അതുപോലെ തന്നെ ആയിട്ടുണ്ട് അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്കൂപ്പ് ചെയ്യാൻ അറിയില്ല ഗൈസ്. എനിക്ക് സ്കൂപ്പ് ചെയ്യാൻ അറിയാത്തതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് സംഭവങ്ങളല്ലേ വേണ്ടു, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.